അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ആശുറാഹിന്റെ ദിവസം കടന്നു വരികയാണ്. മുഹറം 10 ദിവസം നമുക്കൊക്കെയും കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് പ്രകാരം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിവസമാണ്. ഒരുപാട് അംബിയ മുർസലീങ്ങൾക്ക് വിജയങ്ങളുടെ വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുത്ത ദിവസമാണ് മുഹറം 10 ദിവസം, പരിശുദ്ധ ആശുറാഹിന്റെ ദിവസം. ആ ദിവസം ഒരാൾക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് വിജയം ലഭിക്കും. ആഖിറത്തിലുള്ള ഉന്നത വിജയം അദ്ദേഹത്തിന് ലഭിക്കും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അദ്ദേഹത്തിനുണ്ടാകും. അല്ലാഹു അത്തരത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കേൾക്കണം. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ ദിവസം പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്ന ഒരാൾക്ക് പരിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 1000 തവണ ഒരാൾക്ക് മുഹറം 10 ദിവസം ആശുറാഹിന്റെ ദിവസം നടത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹി, അദ്ദേഹത്തിലേക്ക് അല്ലാഹു തആല നോക്കും. നോട്ടം എങ്ങനത്തെ നോട്ടം? റഹ്മത്തിന്റെ നോട്ടം. അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കും. അങ്ങനെ ഒരാൾക്ക് റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചാൽ അദ്ദേഹത്തെ ഒരിക്കലും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. അവൻ ഒരിക്കലും അദ്ദേഹത്തെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു അത്തരത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ മഹാനായ ഹസനുൽ ബഖർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നമുക്കൊരു ദിക്ർ പഠിപ്പിക്കുകയാണ്. ഈ ദിക്ർ ഒരാൾ 70 തവണ ചൊല്ലിയാൽ, അതേപോലെ തന്നെ ശേഷം വരുന്ന ഈ ഒരു പ്രാർത്ഥനയെ ഒരു തവണ നടത്തിയാൽ, ആദ്യം ഈ പറയാൻ പോകുന്ന ദിക്ർ 70 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആ ഒരു വർഷം അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയില്ല. ഒരു മുസീബത്ത്, ഒരു കുടുക്ക്, ഒരു അപകടം, അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുന്ന എന്തും ആ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് സംഭവിക്കില്ല. ഇത് മഹാന്മാരായ മഹാന്മാർ അവർ നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് മുതൽക്കൂട്ടാണ് ഈ ദിക്ർ എന്നുള്ളത്. 70 തവണ ഈ ദിക്ർ ചൊല്ലി പിന്നെ ഈ പ്രാർത്ഥന ഒരു തവണ നടത്തുക. ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിള വസിനത്തൽ അർശി ലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ ശഫ്ഇ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ അസ്അലുക السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على نبينا خير خلقه وعلى آله وأصحابه أجمعين كلما ذكره الذاكرون وغفل عن ذكره الغافلون. ഈ പ്രാർത്ഥനയും നമുക്ക് ഒരു തവണ നടത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, ഒരാള് മുഹറം 10 ദിവസം ആശുറാഹിന്റെ ദിവസം മൻ വസ്സഅ അലാ അഹ്ലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി സാഹിറ സനതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഒരാൾ ആശുറാഹിന്റെ ദിവസം തന്റെ കുടുംബത്തിന് വിശാലത ചെയ്യാൻ കഴിഞ്ഞാൽ, തന്റെ കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ഒരാൾക്ക് വിശാലത ചെയ്ത് തന്റെ കുടുംബത്തിന്റെ മേൽ വിശാലത ചെയ്യാൻ ഒരാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന വർഷങ്ങളിൽ അദ്ദേഹത്തിന് അല്ലാഹു തആല വിശാലത ഇട്ടുകൊടുക്കും. അദ്ദേഹത്തിന് റിസ്ക്കിൽ വിശാലത ഇട്ടുകൊടുക്കും. അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ നല്ല
ലാഭമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, അദ്ദേഹത്തിന്റെ ജോലി നല്ല ബറക്കത്തുണ്ടാകും, സമ്പത്ത് കൊടുക്കും, അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയും റബ്ബ് കൊടുക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.